എൻ്റെ മോനെ ലെവല് സാധനം കേട്ടോ. ആമയൊക്കെ ഉണ്ട് കേട്ടോ. നോക്കിയേ, ഇതൊരു ആമയാണ്. ഫസ്റ്റ് നോട്ടത്തിൽ കണ്ടില്ല. ഇതാ വരുന്നു സാധനം. പാമ്പ് മീൻ കഴിക്കുകയാണെങ്കിൽ ഇതിനെ കഴിക്കണം. താങ്ക്സ്. ഗ്രില്ല് ചെയ്യാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഏഞ്ചൽ, ഇത് ഏഞ്ചൽ അല്ലേടാ? ഏഞ്ചൽ ഫിഷ് അല്ലേ അത്? ആ, മുള്ളനാ. ഹലോ മച്ചാ പറയാം, എല്ലാവർക്കും ഡോക്ടർ നബിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് കോബാറിൽ സൈടെക് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ഈ അക്കൂറിയം പോലെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിരുന്നു കാണുക. അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട്. ഷർക്കിയ സെൻറ്റർ എന്നാണ് കേട്ടോ എൻ്റെ പേര്. ഷർക്കിയ സെൻറ്റർ. ഇവിടെ ഇപ്പോൾ ഡാനിഷ് ആൻഡ് ഫാമിലി, നസീഫ് ആൻഡ് ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ. അതാ ചോട്ടാ നസീഫ് എന്താ അങ്ങനെ എല്ലാവരും കൂടി ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു സെൻറ്റർ ഉള്ളവരും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ വന്ന് നോക്കാൻ വിചാരിച്ചു. കണ്ട ഉടനെ വണ്ടി എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ. ഓക്കെ, എൻട്രൻസ് ഒക്കെ കുഴപ്പമില്ല, നല്ല നല്ല വൈബുണ്ട്, കിടിലനായിട്ടുണ്ട് കേട്ടോ. ചെക്കൻ ഉടക്കാണല്ലോ ചെക്കൻ. ആ, അവൻ ഉടക്കാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ സൈഡ് വ്യൂ. നല്ല രസമുണ്ട് കേട്ടോ. പുറത്തുനിന്ന് കാണാൻ തന്നെ ഒരു വൈബുണ്ട്. മെയിൻ ലോബി ഇതാണ് എൻട്രൻസ് കേട്ടോ. ആയിവാ, ഇതാണ് ഇവിടെ എൻട്രി. അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഇതാ എന്തിൻ്റെയോ ഒരു രൂപരേഖ വെച്ചിട്ടുണ്ട്. എന്താ, നൊബു റെസിഡൻസ് അൽക്കോബാർ. ഇവിടെ അയ്യോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ ഉണ്ട്. വിത്ത് ആൾക്കാരനെയാണ് അവർ, വലിയ ആൾക്കാരല്ല, ചെടിച്ചട്ടിയാവുന്നുണ്ട്. നൊബു റെസിഡൻസ് കേട്ടോ. ഇപ്പുറത്തെ എന്താ, ദ അവന്യൂ കോബാർ. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇവിടെ ഉള്ളതാണോ അതോ ഇനി വരാൻ പോകുന്നതാണോ എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും കളിക്ക്. പിന്നെ എവിടെയാണ് എൻട്രൻസ് എന്ന് നമ്മൾ തപ്പണം. ടിക്കറ്റിംഗ് കൗണ്ടർ. ഇവിടെയാണ് ടിക്കറ്റിംഗ് കൗണ്ടർ ഉള്ളത്. ഇവിടെ ടിക്കറ്റ് എടുക്കണം. എടുത്താ അപ്പോഴേക്കും സെക്കൻഡ് ടിക്കറ്റ് എടുത്തു. എത്രയാടാ നോക്കട്ടെ. അതായത് പെർ പേഴ്സൺ 10 റിയാൽ. 20 minutes ഓഫ് ഇവൻറ്റ്. പ്ലീസ് അറൈവ് 20 minutes ഓഫ് ഇവൻറ്റ്. ഇതിന് തന്നെ എൻട്രൻസും തോന്നുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് 40 റിയാലാണ് കേട്ടോ ടിക്കറ്റ് വരുന്നത്. നമ്മൾ 4 ആൾക്കാരുണ്ട്. 4 ആൾക്കാർക്കും കൂടിയിട്ട് ഒരാൾക്ക് 10 റിയാൽ. അങ്ങനെ 4 ആൾക്കാർക്ക് 40 റിയാലാണ് ചാർജ് വരുന്നത്. വലിയ റഷൊന്നും കാണാനില്ല കേട്ടോ. ഇനിയിപ്പോൾ മേലെ പോയി കഴിഞ്ഞാൽ അവിടെ റഷ് ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ലിഫ്റ്റ് കയറിയിട്ട് വന്ന് ഫസ്റ്റ് ഫ്ലോർ കേട്ടോ. വന്ന ഉടനെ ഇതാണ് അവസ്ഥ. പിന്നെ കിടിലേ. ഇത് കയറുമ്പോൾ തന്നെ 2 ഡോൾഫിൻ ഉണ്ട് നമ്മളെ വെൽക്കം ചെയ്യാൻ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ ലെവല് സാധനം കേട്ടോ. അടിപൊളി. അടിപൊളി കേട്ടോ. ഇതെന്താ, ഇതിലൊന്നുമില്ലേ? ഇതാ, ഇതെന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അതേപോലെ ഇതാ ഇതിലും അടിപൊളി. പിന്നെ പൊതുവെ
ആഹാ എല്ലാത്തിൻ്റെയും പേര് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് തോന്നിട്ടാ. ഇവിടെ കണ്ട, അതായത് ഫോർ മോർ ഇൻഫോർമേഷൻ സ്കാൻ ദ QR കോഡ്. നമ്മൾ ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എനിക്ക് തോന്നുന്നു ഈ ഫിഷിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടുമെന്നാണ് ഇവർ പറയുന്നത് തോന്നുന്നുണ്ട്. അടിപൊളിട്ടോ ഫിഷ്, നല്ല രസമുണ്ട് കാണാൻ. ആഹാ ഇവരെന്താ കല്ലിൻ്റെ അടിയിൽ ഒളിഞ്ഞേക്കണേ? കല്ലിൻ്റെ അടിയിൽ ഒളിഞ്ഞേക്കുന്നുണ്ട്. ഇതിലൊക്കെ ഒന്നേ ഉള്ളൂ കേട്ടോ, ഒറ്റ ഫിഷേ ഉള്ളൂ. ആമയൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതൊരു ആമയാണ്. ഫസ്റ്റ് നോട്ടത്തിൽ കണ്ടില്ല. ഇതേതാ? അവിടെ ഉണ്ട്. ആ ആമ അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള ശ്രമത്തിൻ്റെ ഇടയിലാണ്. ആമ പുറത്തേക്ക് വരാനും കാത്തു നിൽക്കുകയാണ് കേട്ടോ. ആമയാണെങ്കിൽ ഒളിഞ്ഞിരിക്കുക അതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ ഞാൻ ഇനി പക്ഷെ തല കാണും, നല്ല രസമുണ്ട് തല കാണാൻ. ചുറ്റുമുണ്ട് കേട്ടോ. കാണിച്ചേ ഓക്കെ, ഏതെങ്കിലും മീനെ പിടിച്ച് കസാപ്പാക്കിയാലോ? ഏതിനാടാ? പുള്ളിപ്പാരയാ? ആ ഇതാ വരുന്നു സാധനം. പാമ്പ് മീൻ കഴിക്കുകയാണെങ്കിൽ ഇതിനെ കഴിക്കണം. കാണിച്ചേ ഗ്രില്ല് ചെയ്യാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓ നോക്കിയേ, അടിപൊളി കേട്ടോ. ഏഞ്ചൽ, ഇത് ഏഞ്ചൽ അല്ലടാ, ഏഞ്ചൽ ഫിഷ് അല്ലേ അത്? ആ മുള്ളനാ. പല സാധനങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, ഇവരെന്താ മേലെ പോയി നിൽക്കണേ? ഡാ മക്കളെ താഴെ വാടാ, താഴെ പോയി നിൽക്കുക. ദാനിഷേ ഇതൊക്കെ എല്ലാരും മേലെ പോയി നിൽക്കണേ, എല്ലാരും മേലെ പോയി നിൽക്കുക. ആ അങ്ങനെ പലതും ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാ മീനും കാണിക്കുന്നില്ല. അതൊക്കെ ഉണ്ടോ, നല്ല രസമുണ്ട്. അതായത് എല്ലാ മീനും കാണിച്ചാലേ ഇന്ന് വീഡിയോ എടുപ്പ് ഇന്ന് തീരും തോന്നുന്നില്ല. അപ്പോൾ വരാനുള്ളവർ വരിക, കാണുക, അടിപൊളിയാണ്. 10 രൂപ റീസണബിളാണ്, വളരെ കുറവാണ്. അതാ ഇവനാണ് ഈ മീനുകളൊക്കെ പിടിച്ചത്. കണ്ട, ഇവരാണ് ഈ മീനിനെയൊക്കെ പിടിച്ചതാണ് പറയണത്. എന്താലേ നോക്കണേ. ആഹാ ഫ്രീക്കായിട്ടുണ്ടല്ലോ, ഫ്രീക്കായിട്ടുണ്ട് ചക്ക, അടിപൊളിയുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്താ അത്? പട്ടച്ചോൻ, ഇതെന്താ സാധനോ? ഇതെന്താ? പാമ്പോ? ഇത് 2 മീനാണോ അത് എന്താണാവോ അല്ലേ? ഒരു പിടുത്തവുമില്ല. അവിടെ കിടക്കണ്ട ഒരു മീന്, മരത്തിൽ കുടുങ്ങി കിടക്കണ്ടത്. അതാ അതിൻ്റെ ഉള്ളില്. ആടാ പാവടാ. ആ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി. ഓക്കെ, ഇതാ ആ 2 പാടെ ലോക്കായില്ലേ? ഈ മീനിന് നീന്താനുള്ള കഴിവില്ല. ഈ മീന് നീന്താനുള്ള കഴിവില്ല, പകരം പറക്കാനുള്ള കഴിവേ ഉള്ളൂ.
പറമീൻ. അതെന്ത് മീനാ? ഓ, ഒരു വൃത്തിയായിട്ട മീനില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പോരാ, വയസ്സായ മീന്. ഇത് നോക്കിയ എനിക്ക് എന്തൊക്കെയാ ആവണത്. ഇത്രേ ഉള്ളൂ കേട്ടോ അവിടെ. അതായത് ചെറുത് ഈ കാണുന്ന ബാക്കിൽ കാണുന്ന ഈ ഒരു അക്വേറിയം ഉണ്ടല്ലോ, അതിന് ചുറ്റും ചെറിയ ചെറിയ മീനുകളുടെ കുറേ അക്വേറിയംസ് ഉണ്ട്. അങ്ങനെ അതായത് ഒരു 5 മിനിറ്റ് പോലും ഇല്ല. നേരെ പെട്ടെന്ന് കാണുകയാണെങ്കിൽ ഒരു 3 മിനിറ്റൊക്കെ കാണാവുന്നേ ഉള്ളൂ കേട്ടോ ഇവിടെ. പിന്നെ വേറെ അവിടെ എന്തൊക്കെയോ ഉണ്ട് ആ ഭാഗത്ത്. അവിടെയും കൂടെ പോയി നോക്കട്ടെ. എന്നാൽ നൈസാണ്. അന്ന് കുറച്ച് നേരം നിൽക്കാൻ 10 റിയാലിന് വേർത്താണ്. അത്രേ ഉള്ളൂ. ഒരുപാടൊന്നുമില്ല കേട്ടോ കാണാൻ.